Welcome to our channel. ഇന്ന് ജൂൺ 26. ഇന്ന് ഏതൊക്കെ സിനിമകളാണ് ഈ ആഴ്ച OTTയിൽ ഇറങ്ങാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് OTTയിൽ ഇറങ്ങുന്ന മലയാള സിനിമകൾ നോക്കാം. നമ്പർ 1 പരിവാർ. ഈ കഴിഞ്ഞ 24-ാം തീയതി സർപ്രൈസായി OTTയിൽ ഇറങ്ങിയ ചിത്രമാണ് പരിവാർ. മുതിർന്ന നടന്മാരായ ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ലഘുവായ ആഖ്യാനത്തിനും വിനോദ പ്രകടനങ്ങൾക്കും പേരുരേറ്റ ഈ ചിത്രം കുടുംബ ബന്ധങ്ങളുടെ ചലനാത്മകതയെ നർമ്മവും എന്നാൽ ഹൃദയസ്പർശിയുമായ ഒരു സമീപനത്തിലൂടെ പര്യവേക്ഷണം ചെയ്യുന്നു. ഉത്സവ് രാജീവും ഫഹദ് നന്ദുവും രചിച്ച ഈ ചിത്രം ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആനിയും സജീവും നിർമ്മിച്ചിട്ടുണ്ട്. ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. നമ്പർ 2 മഹാറാണി. ഈ കഴിഞ്ഞ 20-ന് മനോരമ മാക്സ് OTT റിലീസ് ചെയ്തിരുന്നു. ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് മഹാറാണി. റോഷൻ മാത്യു, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. രതീഷ് രവി തിരക്കഥ രചിച്ചിരിക്കുന്ന ഈ ചിത്രം SB ഫിലിംസിന്റെ ബാനറിൽ സുജിത് ബാലൻ നിർമ്മിക്കുന്നു. ലോകനാഥൻ ശ്രീനിവാസൻ ഛായാഗ്രഹണവും നൌഫൽ അബ്ദുള്ള എഡിറ്റിംഗും നിർവഹിക്കുന്നു. ഗോവിന്ദ് വസന്താണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. നമ്പർ 3 ലവ്ലി. ദിലീഷ് കരുണാകരൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു മലയാള ചിത്രമാണ് ലവ്ലി. മലയാളത്തിന്റെ യുവ സൂപ്പർ സ്റ്റാർ മാത്യു തോമസ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. വെസ്റ്റേൺ ഘട്ട്സ് പ്രൊഡക്ഷൻസിന്റെയും നേനി എന്റർടൈൻമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ബാനറിൽ ശരണ്യയും ഡോക്ടർ അമർ രാമചന്ദ്രനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിശ്വവിജയ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രമാണിത്. ആഷിഖ് അബു ഛായാഗ്രഹണവും കിരൺ ദാസാണ് എഡിറ്റിംഗും നിർവഹിക്കുന്നത്. ചിത്രം ഈ മാസം 20-ന് OTTയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്പർ 4 ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസനും സാക്ഷാൽ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വിനയ് ജോസ് സംവിധാനം ചെയ്ത മലയാളം ഹാസ്യ ചിത്രമാണ് ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസൻ രചിച്ച ഈ ചിത്രം മാനുവൽ ക്രൂസ് ഡാർവിനും അംജത്തും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാങ്കേതിക വശത്തെ ഛായാഗ്രാഹകൻ അഖിൽ ജോർജിന്റെ ദൃശ്യവൈദഗ്ധ്യവും വിനയ് MJയുടെ മൂർച്ചയുള്ള എഡിറ്റിംഗും ഈ ചിത്രത്തിനുണ്ട്. വർക്കി, ഡോൺ വിൻസെന്റ്, ആനന്ദ് മധുസൂദനൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഇത് ആഖ്യാനത്തിന് ആഴം നൽകുന്നു. നർമ്മത്തിന്റെയും വികാരങ്ങളുടെയും മിശ്രിതത്തോടെ ആപ് കൈസേ ഹോ മലയാള സിനിമാ പ്രേമികൾക്ക് ആകർഷകമായ ഒരു സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ആപ് കൈസേ ഹോ നാളെ 27-ന് അർദ്ധരാത്രിയോടുകൂടി സൺ NXT OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യും. നമ്പർ 5 ആസാദി. ശ്രീനാഥ് ഭാസി, രവീണ രവി, സൈജു കുറുപ്പ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജോർജ് സംവിധാനം ചെയ്ത ഒരു മെഡിക്കൽ ത്രില്ലർ ചിത്രമാണ് ആസാദി. ലിറ്റിൽ ക്രൂ പ്രൊഡക്ഷന്റെ ബാനറിൽ ഫൈസൽ രാജയാണ് സാഗർ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ ലേബലിലുള്ള ആദ്യ പ്രോജക്റ്റാണിത്. സനീഷ് സ്റ്റാൻലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. നൌഫൽ അബ്ദുള്ള എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് വരുൺ ഉണ്ണിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. 2025 മെയ് 23-ന് തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രം ഈ വരുന്ന 27-ന് OTTയിലും റിലീസ് ചെയ്യും. നമ്പർ 6 ബസുക. മലയാളത്തിന്റെ പ്രിയ നേട്ടൻ മമ്മൂക്കയുടെ ഏറ്റവും അവസാനമിറങ്ങിയ ചിത്രമായ ബസൂക്കയെക്കുറിച്ചാണ്. ബസൂക്ക ഡീനോ ഡെന്നിസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഒരു മലയാളം ആക്ഷൻ ചിത്രമാണ്. മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം തിയേറ്റർ ഓഫ് ഡ്രീംസ്, യൂഡ്ലി ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ജുൻ ഏബ്രഹാം, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ, ഡോൾവിൻ കുറിയാക്കോസ്, വിക്രം മെഹ്റ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിയെ കൂടാതെ തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവൻ മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, VK പ്രകാശ്, വശിഷ്ഠ് ഉമേഷ്, ഭാമ അരുൺ എന്നിവരും ബസൂക്കയിൽ അഭിനയിക്കുന്നു. നിമിഷ് രവി ഛായാഗ്രഹണം നിർവഹിച്ചപ്പോൾ നിഷാദ് യൂസഫ് എഡിറ്റിംഗ് നിർവഹിച്ചു. മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചത്. ചിത്രം 2025 ജൂണിൽ ZEE5-ൽ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ചിത്രം ഇതുവരെ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ചിത്രം സർപ്രൈസ് റിലീസ് ആയിരിക്കും. ഇനി നമുക്ക് തെലുങ്കു ഭാഷയിൽ ഇറങ്ങുന്ന OTT സിനിമകൾ നോക്കാം. നമ്പർ 1 ഓക്ക ബൃന്ദാവനം. ഓക്ക ബൃന്ദാവനം ബാലുദാമയും ഷിന്നൂവ സോണിയും അഭിനയിക്കുന്ന ഓക്ക ബൃന്ദാവനം സീഡ് സ്റ്റുഡിയോസ് ബാനറിൽ സത്യ ബോച്ച സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ചിത്രമാണ്. ഈ ചിത്രം 2025 മെയ് 23-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ സൺവിധ, ശുഭലേഖ സുധാകർ, അന്നപൂർണമ്മ എന്നിവരുൾപ്പെടെ ശക്തമായ സഹതാരനിര അഭിനയിക്കുന്നു. ചിത്രം 2025 ജൂൺ 20 മുതൽ ETV വിന്നിൽ സ്ട്രീം ചെയ്യുന്നു.
നമ്പർ 2 ആലപ്പുഴ ജിംഖാന. നമ്മുടെ ആലപ്പുഴ ജിംഖാന തെലുങ്ക് ഭാഷയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ കാണാൻ ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ സന്ദർശിച്ചു നോക്കൂ. ഇനി നമുക്ക് OTTയിൽ ഇറങ്ങുന്ന തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1 സേവ് നല്ല പസംഗ. 2025 ജൂൺ 20 ആഹാ തമിഴിൽ പ്രീമിയർ സ്ട്രീം ചെയ്യുന്ന ഒരു പുതിയ തമിഴ് റൊമാൻറ്റിക് കോമഡി വെബ് സീരീസാണ് സേവ് നല്ല പസംഗ. സി സതീഷ് ചരൺ സംവിധാനം ചെയ്ത് അജയ് പ്രസാദ്, അന്ന അഡോർ എന്നിവർ അഭിനയിക്കുന്ന ഈ പരമ്പര രസകരവും വൈകാരികവുമായ ഒരു പുതിയ ജീവിതയാത്ര വാഗ്ദാനം ചെയ്യുന്നു. ചിത്രം ഈ മാസം 21 സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ബോളിവുഡ് OTT റിലീസുകൾ നോക്കാം. നമ്പർ 1 പഞ്ചായത്ത് സീസൺ 4. ദീപക് കുമാർ മിശ്രയും അക്ഷത് വിജയ് വർഗീയയും ചേർന്ന് സംവിധാനം ചെയ്യുന്ന വരാനിരിക്കുന്ന ഒരു ഡ്രാമ വെബ് സീരീസാണ് പഞ്ചായത്ത് സീസൺ 4. ജിതേന്ദ്ര കുമാർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. രഘുബീർ യാദവ്, ചന്ദൻ റോയ്, ഫൈസൽ മാലിക്, നീന ഗുപ്ത, സാൻവിക, ദുർഗേഷ് കുമാർ തുടങ്ങി നിരവധി സഹതാരങ്ങളും പരമ്പരയിൽ അഭിനയിക്കുന്നു. പഞ്ചായത്ത് സീസൺ 4 2025 ജൂൺ 24 ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നു. നമ്പർ 2 മിസ്റ്ററി. ഋഷഭ് സേത്ത് സംവിധാനം ചെയ്യുന്ന വരാനിരിക്കുന്ന വെബ് സീരീസാണ് മിസ്റ്ററി. രാം കപൂർ പ്രധാന വേഷത്തിൽ. ഈ ചിത്രത്തിൽ മോണ സിംഗ്, ശിഖ തൽസാനിയ, ക്ഷിതിഷ് ഡേറ്റ് തുടങ്ങി നിരവധി പേർ അഭിനയിക്കുന്നു. ദീപക് ധർ ആണ് മിസ്റ്ററി നിർമ്മിക്കുന്നത്. 2025 ജൂൺ 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. നമ്പർ 3 റെയ്ഡ് 2. രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്യുന്ന ഒരു ബോളിവുഡ് ചിത്രമാണ് റെയ്ഡ് 2. റെയ്ഡിന്റെ തുടർച്ചയാണിത്. അജയ് ദേവ്ഗൺ വാണി കപൂറിനൊപ്പം IRS ഓഫീസറായി അഭിനയിക്കും. വളരെ കാലത്തിന് ശേഷം റിതേഷ് ദേശ്മുഖിനെ നായകനെതിരെ വില്ലനായി പ്രേക്ഷകർ കാണുന്നു. രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്യുന്ന ചിത്രം ഭൂഷൺ കുമാർ, കൃഷൻ കുമാർ, കുമാർ മങ്കത് പഥക്, അഭിഷേക് പഥക് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. റെയ്ഡ് 2 2025 മെയ് 1 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. ചിത്രം ഇപ്പോൾ OTTയിലേക്ക് എത്തുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 26 റിലീസ് ചെയ്യും. നമ്പർ 4 ഫസ്റ്റ് കോപ്പി. ഫർഹാൻ P. സാമ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഫസ്റ്റ് കോപ്പി. മുൻവർ ഫാറൂഖി പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. മിയാങ് ചാങ്, കുൽഷൻ ഗ്രോവർ, റാസ മുറാദ്, ക്രിസ്റ്റൽ ഡിസൂസ, സാക്കിബ് അയ്യൂബ്, ആഷി സിംഗ് തുടങ്ങി നിരവധി സഹതാരങ്ങളും പരമ്പരയിൽ അഭിനയിക്കുന്നു. കുർജി പ്രൊഡക്ഷൻ, സാൾട്ട് മീഡിയ ലിമിറ്റഡ് എന്നിവയുടെ കീഴിൽ ഫിർദോസ് സുഹൈൽ സയ്യദ്, ജിതേന്ദ്ര സിംഗ്ല, ഫർഹാൻ P. സാമ എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് 1990കളിൽ മുംബൈയിൽ സിനിമാ മേഖലയിൽ മുന്നേറാൻ പാടുപെടുന്ന ഒരു യുവാവ് ഒരു നിർമ്മാണ കമ്പനിയിൽ ചേരുന്നു. പക്ഷേ ജോലിസ്ഥലത്ത് അപമാനം നേരിടേണ്ടി വരുന്നു. നിരാശനുമായ അയാൾ വീഡിയോ പൈറസിയിലേക്ക് തിരിയുന്നു. ഇതൊരു തഴച്ചു വളരുന്ന രഹസ്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധ കച്ചവടം വികസിക്കുമ്പോൾ ഒരു ധൈര്യനായ പോലീസുകാരൻ കടന്നുവരാൻ തുടങ്ങുന്നു. ഇത് കുറ്റകൃത്യത്തിനും നീതിക്കുമിടയിലുള്ള ഉയർന്ന പോരാട്ടത്തിന് വേദിയൊരുക്കുന്നു. ചിത്രം ജൂൺ 20 MX പ്ലെയറിൽ റിലീസ് ചെയ്തു. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ചാനൽ സന്ദർശിക്കൂ.